ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂലൈ മാസ ഫലമാണ്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അറിയുവാൻ പ്രത്യേകം വിവാഹ കാര്യമായാലും തൊഴിൽ കാര്യമായാലും കടം വീടുന്ന കാര്യമായാലും സന്താനങ്ങളുടെ കാര്യമായാലും ഒക്കെ അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഒരു അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. ഏറ്റവും സമ്പൽ സമൃദ്ധി വന്നു ചേരുവാനുള്ള സൂചനയുണ്ട്. അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വിപരീത രാജയോഗം, പലതരത്തിലും ഗ്രഹങ്ങൾ വിപരീതമായിട്ട് പല ഗ്രഹങ്ങൾ വന്നു കഴിയുമ്പോൾ അത് വിപരീത രാജയോഗം എന്ന് പറയും. ഗ്രഹങ്ങളെ പ്രത്യേകമായിട്ട് ഗണിച്ചു നോക്കിയതിൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ചില നേട്ടങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ നടക്കുവാനുള്ള സൂചനയുണ്ട്. അതായത് രാശിയിൽ തന്നെ ശുഭഗ്രഹമായിരിക്കുന്ന ബുധൻ സ്ഥിതി ചെയ്യുകയും അവിടെ ധനത്തിൻ്റെ സ്ഥാനാധിപനായിരിക്കുന്ന ആദിത്യൻ വന്നിച്ച്, കൂടാതെ 12-ാം ഭാവാധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതും ഒരു രാജയോഗമാണ്. അത് കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനത്തിൻ്റെ അധിപനാണ്, സ്ഥാനഭ്രംശത്തേക്ക് മാറിയിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിരിക്കും എന്നല്ല പറഞ്ഞു വരുന്നത്. കാരണം 12-ാം ഇടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. അതായത് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി, ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോ ബഹുച്ച സൽസർവം ചിന്തനീയം ലഗ്നത എന്ന പ്രമാണപ്രകാരം ശ്രേയസ്സും യശസ്സും കീർത്തിയും പദവിയും വർദ്ധിക്കുവാൻ സൂചനയുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും സാഹിത്യരംഗത്തും പ്രസംഗകലയിലോ സംഗീതകലയിലോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കലാ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, പഠിക്കുന്നവർക്ക് ഒരു ചാൻസ് കിട്ടുക, അങ്ങനെയൊക്കെ വന്ന് പെട്ടെന്നൊരു പ്രസിദ്ധി വന്നു ചേരുവാൻ ജൂലൈ മാസത്തിൽ യോഗം. കൂടാതെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ രാജയോഗകാരകനാണ്. ചൊവ്വാഗ്രഹം അനുഗ്രഹിച്ചതാണ്. അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുകയും ഭൂമി വന്നു ചേരുക, സാഹസികത തെളിയിച്ച് കഴിവ് തെളിയിച്ച് പ്രകടിപ്പിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കുക, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുക, അതുപോലെ തന്നെ വിദേശത്ത് പോവുക. വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ആ സ്ഥാനഭ്രംശ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവിടെ മനസ്സ് മടിക്കാതിരിക്കുവാനായിട്ട് ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് പവറായിട്ട് നിൽക്കും. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ അത് ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടുവാൻ വരും കാലങ്ങളിലേക്ക് സന്തോഷവും ഐശ്വര്യപൂർണവും സുഖലോലുപതയിൽ ജീവിക്കത്തക്ക രീതിയിൽ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കുന്ന ഒരു യോഗമുള്ള ഒരു സമയമാണ് ജൂലൈ മാസത്തിൽ ഈ കർക്കിടകം രാശിക്കാർക്ക്. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നതിന് പഠിച്ച വിദ്യ, അതായത് വിദ്യാഭ്യാസമൊക്കെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടും ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് പരാജയപ്പെട്ടു പോയി എങ്കിൽ വിഷമിക്കേണ്ട. ഈ മാസം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ അത് വിജയിക്കുന്നതിന് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോചരഫലങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഉത്തരവാദിത്തമുള്ള ജോലി കിട്ടുവാൻ യോഗമുണ്ട്. ധനം മേന്മ വന്നു ചേരത്തക്ക രീതിയിൽ ജോലി കിട്ടുവാൻ യോഗമുണ്ട്. സഹോദര സ്ഥാനീയരോ ഒക്കെ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാർഗമായിരിക്കാം നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് കിട്ടുവാനായിട്ട് നിങ്ങൾ പുറപ്പെടുവാൻ സൂചനയുള്ളൂ.
സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഗുരുക്കന്മാരോ ഒക്കെ ആ കാര്യത്തിൽ ഒരു വഴികാട്ടിയായി സഹായിക്കുക തന്നെ ചെയ്യും. ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, വിജയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ഗൃഹം പണി ആരംഭിക്കുവാൻ യോഗമുണ്ട്. വീട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പണവുമായി നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ സാധിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അത് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ പാരമ്പര്യ വിധി അനുസരിച്ച് മനസ്സിനിണങ്ങിയ രീതിയിൽ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഒക്കെ യോഗമുണ്ട്. അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഒരു സമയമാണ്. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ യോഗമുള്ള സമയം. നഷ്ടസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായ വ്യാഴം പൂർണ്ണബലവാനായി ദൃഷ്ടി ചെയ്യുന്ന ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ കടങ്ങൾ വീടുന്നതിനോ കേസുകളൊക്കെ വിട്ടുപോകുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. അത് ഭാഗ്യാധിപൻ കൂടിയാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗ്യം, കടം വീടുവാൻ, നിയമപ്രശ്നങ്ങൾ മാറുവാൻ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയം. അലസത വെടിഞ്ഞ് പ്രവർത്തിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട അവരവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണല്ലോ. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അധ്യാപകരായിരിക്കുന്നവർക്കും മറ്റ് സർക്കാർ ജീവനക്കാർക്കും ഷെയർ മാർക്കറ്റിങ്, അതുപോലെ തന്നെ ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവർ, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും, അതുമല്ല ഇനി ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ്. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.